ബനോവയിൽ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് രാവിലത്തെ. ഇവിടെ സമയം 6 മണിയായി. രാവിലെ ആയപ്പോഴത്തേക്കും തൊണ്ടയുടെ പ്രശ്നം വീണ്ടും കൂടി. ഇന്നലെ വൈകുന്നേരം മുതൽ ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പൊ രാവിലെ സംസാരിക്കുമ്പോൾ സൗണ്ടൊക്കെ മാറി, ചെറിയ വേദനയൊക്കെ ഉണ്ട്. വല്ല ഡോക്ടറോ മരുന്നോ കിട്ടുമോ നോക്കണം. ഏതായാലും ഇവിടെ ഒന്നും കാണുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പം നാളെ ചെല്ലുന്ന സിറ്റി കുറച്ചുകൂടെ വലിയ സിറ്റിയാണ്. അപ്പൊ അവിടെ വല്ല ഡോക്ടറെ കണ്ട് മരുന്ന് വല്ലതും മേടിക്കണം. കാരണം നമുക്ക് ഇനിയും ഒരാഴ്ചയും കൂടെ ഫിലിപ്പീൻസ് ഇറങ്ങാനുള്ളതാണ്. അപ്പൊ ആരോഗ്യമൊക്കെ അല്ലാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മടുത്തിരിക്കും. ബനാവ ഒരു മുനിസിപ്പാലിറ്റിയാണ്. അവിടെ ടെറസ് റൈസ് ഫാമിംഗ് ആണ് ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം രാവിലെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഹോട്ടലിൽ ചിറക്കിയപ്പോൾ പറഞ്ഞത് സ്കൂട്ടറിലൊരു 15 മിനിറ്റ് കൊണ്ട് അവിടെ ചെല്ലാം, അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കൂടെ നടന്നു കഴിഞ്ഞാൽ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞത്. രാവിലെ പോകണം, വലിയ വെയിലും കാണില്ല. തിരിച്ച് വന്നിട്ട് ചെക്കൗട്ട് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. പോലീസിൻ്റെ പിക്കപ്പാണല്ലോ, ഹൈലക്സൊക്കെ കിടപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു കോമൺ മുനിസിപ്പാലിറ്റിയുടെ ഒരു പാർക്കിംഗ് ഏരിയ. ഇന്നലെ സ്കൂട്ടർ എവിടെയാണ് കൊണ്ട് വെച്ചത്. സേഫായിട്ടിരിപ്പുണ്ട്. Hello. Rice terrace this way? Oh, that's viewpoint. Okay, from viewpoint I can walk, or from here, which is easier, which is closer? But on this portion, you must have to hike a little bit to the village. Yeah, I can hike. Maybe half 30 minutes. 30 minutes. Yeah. Okay, so this is the way. Yeah. Maybe some signboard is there, because map is not showing. They have a signboard. If you go there, they have a signboard. Signboard. Yeah. How many kilometer? How many kilometer maybe? I think it's just more than 70 kilometers. 17 or 70? 17 only, no? Yes, Rice yes. terrace. Okay. Let me just figure out. Thank you. Thank you. എന്തായാലും പോയി നോക്കാം. കാരണം രാവിലെ ഹോട്ടലിൽ കോഫി കുടിക്കുന്നത് അവിടുത്തെ ലേഡി പറഞ്ഞു ഒരു 15 മിനിറ്റ് കൊണ്ട് ബൈക്കിൽ പോകാന്ന് പറഞ്ഞു. ഇപ്പൊ ടാക്സി സ്റ്റാൻഡിൽ വെച്ചപ്പോൾ അവർ പറഞ്ഞു ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പലരും പലതാണ് പറയുന്നത്. എന്തായാലും പോയി നോക്കാം. നമ്മൾ കാണിച്ച അതിന്റെ Hello. Rice terrace, but that this way? Rice terrace. Yeah. Rice terrace, the same way? Yeah, straight ahead. Okay. Thank you. Thank you. Take care, take care. ഇപ്പൊ സമയം 6:20. ഇനിയിപ്പോ അവര് പറഞ്ഞ പോലെ 40 മിനിറ്റ് 45 മിനിറ്റ് റൈഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 7 കഴിയുമ്പോഴത്തേക്ക് ചെല്ലാൻ പറ്റുകയാണെങ്കിൽ നടക്കാനുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് താഴോട്ട് നടക്കണമെന്നാണ് പറഞ്ഞപ്പോൾ ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് നടക്കുക, തിരിച്ചു കയറുക, വീണ്ടും ഒരു 3/4 മണിക്കൂർ ഓടിച്ച് വന്നാലും കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചെത്താന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 10 മണിക്ക് ചെക്കൗട്ട് ടൈമിൽ തന്നെ കറക്റ്റായിട്ട് ചെക്കൗട്ട് ചെയ്ത് പോകാനും പറ്റും. അതിനുമുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് നോക്കിയാലും ഇതൊക്കെ ഈ ടെറസ് ഫാമിംഗ് ആണല്ലോ. അതായത് മലമ്പ്രദേശത്തെ ടെറസ് പോലെ ആക്കിയിട്ട് കൃഷി ചെയ്യുന്നതാണ് ടെറസ് ഫാമിംഗ് അല്ലേ. അപ്പോൾ ഇവിടെയുണ്ട് ചെറിയ തോതിലുള്ള ടെറസ് ഫാമിങ്ങിൻ്റെ ഒരു സീനൊക്കെ. രാവിലെ ആയതുകൊണ്ട് ആൾക്കാരൊന്നും പാടത്ത് പണിയെടുക്കാൻ ഇറങ്ങിയില്ലെന്ന് തോന്നുന്നു. എന്തായാലും റോഡ് കുഴപ്പമില്ല, അധികം വീതിയില്ലെങ്കിലും നല്ല അത്യാവശ്യം താഴൊക്കെ ഇട്ട് നല്ല റോഡാണ്. ഇടയ്ക്ക് റോഡിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ സ്കൂട്ടർ ആയതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് അധികം ചെള്ള അടിക്കില്ല. ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ വല്ലതും റെന്റ് ചെയ്യാറുണ്ടെങ്കിൽ ഇപ്പം ബാക്കിൽ നിന്ന് ചെള്ള അടിച്ചു. ഏതായാലും സ്കൂട്ടർ ആയതുകൊണ്ട് അത് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇവിടെ ഏതായാലും കുറച്ച് റൈസ് ടെറസ് പോലെയൊക്കെ കാണുന്നുണ്ട്. ബനാവയിലെ അടുത്ത് തന്നെയുള്ള റൈസ് ടെറസ് ആണെന്ന് തോന്നുന്നത്. ചെള്ളയടിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടുത്തെ നിന്നതാണ്. മലപ്രദേശമായതുകൊണ്ട് ചിലയിടത്തൊക്കെ മലയിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുന്നുണ്ട്. ഇത് നല്ല ഐഡിയ ആണ്. കടയുടെ ഫ്രണ്ടിലൊക്കെ കറക്റ്റായിട്ട് മൗണ്ടൻ ഡ്യൂവിൻ്റെയാന്ന് തോന്നുന്നു. നല്ല ഫ്ലോറസൻ ഗ്രീൻ കളറിലുള്ള MT ബോട്ടിലൊക്കെ അടുക്കിയേക്കുന്നു. ഇപ്പൊ രാത്രിയിലൊക്കെ വണ്ടികളൊക്കെ വരുമ്പോൾ വളവിലിരിക്കുന്ന കടയായതുകൊണ്ട് ഹെഡ്ലൈറ്റ് ഒക്കെ അടിച്ചു കഴിയുമ്പോൾ നല്ല വിസിബിലിറ്റി കാണും. ഐഡിയ കൊള്ളാം.
എന്താണെന്നറിയില്ല, നമ്മള് ബത്താട് റൈസ് ടെറസ് ഒന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചിട്ട് കാണിക്കുന്നില്ലായിരുന്നു. ഗൂഗിൾ മാപ്പ് ഒന്നും ലിസ്റ്റ് ചെയ്യാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. നേരെയുള്ളൊരു വഴിയാണ്, അങ്ങനെ വലിയ ഡീവിയേഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് വഴി തെറ്റേണ്ട കാര്യമില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ റോഡ് കാണുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ച് പോകാന്നുള്ളതേ ഉള്ളൂ. നല്ലൊരു ഇറക്കമാണ് ഇവിടെ ഈസ്റ്റ് വെച്ച് നല്ലതായിട്ട് കോൺക്രീറ്റ് ഇട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെയൊക്കെ പാറ അടിക്കടി പൊട്ടി റോഡിലേക്ക് വീഴുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഏതായാലും നല്ല നീളത്തില് സ്റ്റീലിന്റെ മെഷൊക്കെ അടിച്ച് പാറയുടെ മുകളിൽ കൂടെ ഒരു വലിയൊരു സ്റ്റീല് വില പോലെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഷൂട്ടിംഗ് സ്റ്റോണൊക്കെ അവോയ്ഡ് ആവുമെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് മുകളിലോട്ടാണ് പോകേണ്ടെന്ന് തോന്നുന്നുണ്ടോ. ബത്താടിലാണ് റൈസ് ടെറസ് ഉള്ളത്. സോ മുകളിലോട്ട് പോകണം. വെൽക്കം ടു തപ്പാവാൻ. ഓ, കല്ലൊക്കെ പടന്ന് വീണ് കിടപ്പുണ്ട്. പണി കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള സോളോ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ലാൻഡ് സ്ലൈഡൊക്കെ അടിക്കടി ഉണ്ടാകുന്ന ഏരിയ ആണ് തോന്നുന്നു. റോഡിലൊക്കെ ധാരാളം കല്ലുകളൊക്കെ കിടക്കുന്നു. ജീപ്പിന് കിടക്കുന്നു. ബെൻസിൻ്റെ ലോഗമൊക്കെയാണ്. അപ്പം നമ്മളിവിടെ ഒരു ജംഗ്ഷൻ പോലൊരു സ്ഥലത്ത് വന്നു. ഇവിടെ ഒന്ന് ചോദിച്ചേക്കാം, ഇത് തന്നെയാണോ കോഫി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വൈഫൈ സോൺ കോഫി ഉണ്ടോ? Rice, the rice terrace, which way? You have to walk like this? That way, huh? You can walk? No. Later, down there. Oh, down. Okay. I'll come maybe. രാവിലെ ധാരാളം പട്ടികളൊക്കെയുള്ള സ്ഥലമാണ്. Hello, good morning. ഗുഡ് മോർണിംഗ്. Welcome to Batad. There's a nice view here. You have coffee? Yes, sure. Okay, get me one coffee. അപ്പം ഈ ഹോട്ടലിൻ്റെ പുറകിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല മഞ്ഞ് കയറി കിടക്കുന്നതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല. താഴോട്ടാണ് പോകേണ്ടത്. താഴെ ചെന്നിട്ടോ മറ്റോ ആണ് റൈസ് ടെറസിൻ്റെ അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ അവിടെ നിന്നൊരു ബ്ലാക്ക് കോഫിയും കൂടെ കുടിച്ചു. എന്നിട്ട് താഴോട്ട് ഇറങ്ങാം. നല്ല സ്റ്റീപ്പാണ് ഇവിടെ. ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. നല്ല സ്റ്റീപ്പാണ്. നമ്മുടെ റോഡ് കുഴപ്പമില്ല, കോൺക്രീറ്റ് ഒക്കെ ആണ് രസമുണ്ട്. അപ്പോൾ ഇതാണ് റോഡിൻ്റെ ലാസ്റ്റ് പോയിന്റ്. അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നടക്കാൻ സ്ഥലം. നടപ്പാതയൊക്കെ കോൺക്രീറ്റിൽ കെട്ടിയിട്ടുണ്ടല്ലോ. കണ്ടിട്ട് അധികം പഴക്കമില്ലെന്ന് തോന്നുന്നു. 1-2 വർഷത്തിനുള്ളിൽ കണ്ട് കെട്ടിയ പോലെ ആയിരിക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ കൊണ്ട് നടക്കാൻ, മഴക്കാലത്തൊക്കെ വന്നാലും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. വെൽക്കം ടു ബത്താഡ്, ബനാവെ ഇഫുഗാവ്. ലൊക്കേഷൻ ഓഫ് ദ ആംഫി തിയേറ്റർ റൈസ് ടെറസ്. 1100 മീറ്ററാണ് എലവേഷൻ. റൈസ് ടെറസിൻ്റെയൊക്കെ ഒരു ചെറിയ ഭാഗമാണെന്ന് തോന്നുന്നു. രാവിലെ ആയാലും മൂടലൊക്കെ മാറി നല്ല വെയിലായി. ഇവിടെ ചെറിയ റിസോർട്ടുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ആയിട്ടുണ്ട്. റോബർട്ടോസ് ഇൻ ആൻഡ് റെസ്റ്റോറൻറ്റ്, കോസി റൂം വിത്ത് ഹോട്ട് ആൻഡ് കോൾഡ് ഷവേഴ്സ്. ടെറസ്, റൈസ് ടെറസ് ദിസ് വേ. ഓക്കെ, താങ്ക് യു. ടൂറിസം ഇൻഫർമേഷൻ സെൻ്ററൊക്കെ ഉണ്ട്. നമ്മൾ എൻട്രി ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 50 പെസോയാണ് എൻട്രി ഫീ ഒരാൾക്ക്. അപ്പോൾ ഇവിടുത്തെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെയാണ് എഴുതിയേക്കുന്നത്. ഇവർ പറഞ്ഞത് 30 മിനിറ്റ് എടുക്കുമെന്നാണ് പറഞ്ഞത് കണക്കാണെങ്കിൽ. പലരും പല രീതിയിലാണ് പറയുന്നത്. അവിടെ ഓവർനൈറ്റൊക്കെ താമസിക്കുകയാണെങ്കിൽ 2 സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. വ്യൂ പോയിൻ്റ് ഉണ്ട്, ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്, വാട്ടർഫാൾ 1 മണിക്കൂർ ചില്ലറ താഴോട്ട് വീണ്ടും പോകണം. ഇതാണ് ബത്താടിൻ്റെ ഒരു ടൂറിസം മാപ്പ്. ധാരാളം ആൾക്കാരും വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. ടൂറിസം ഫോക്കസ്ഡാണ്. വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ എന്താണ് സ്കൂള്? ബത്താഡ് എലമെൻ്ററി സ്കൂളാണ്. ദിസ് വേ? താങ്ക് യു. ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. എലമെൻ്ററി സ്കൂളാണ് ബത്താഡിലെ. അപ്പോൾ ആ സ്കൂളിൻ്റെ അവിടെ നിന്ന് കുത്തനെ സ്റ്റെപ്പുണ്ട്. താഴെയൊക്കെ ധാരാളം വില്ലേജുകളൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് റൈസ് ഫീൽഡ്. ഇത് നമ്മളുടെ നോർത്ത് ഈസ്റ്റിലും ഈ സിക്കിമിലും ഭൂട്ടാനിലും ഒക്കെ ഉള്ള പോലുള്ള ഒരു ഫാമിംഗ് ഇതേ ഉള്ളൂ.
ഇവൻ നമ്മുടെ വയനാട്ടിലുമൊക്കെ കാണുന്ന പോലെയല്ലേ. പിന്നെ ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നുള്ള നിലക്കിട്ടേക്കാണ്. അപ്പോൾ ആ കാണുന്നതാണ് റൈസ് ടെറസ്. നല്ല കല്ലൊക്കെ കെട്ടി ടെറസ് പോലെ ഉണ്ടാക്കിയിട്ട് നെൽകൃഷി ചെയ്യുന്നു. അരി ആഹാരം കഴിക്കാനുള്ള തത്രപ്പാടിൽ ടെറസ് ഫാമിംഗ് നടക്കുന്നു. ധാരാളം വീടുകളൊക്കെ ഉണ്ട്. വില്ലേജ് താവട്ടയിൽ ഇറങ്ങി നോക്കാം. നല്ല സ്റ്റീപ്പായിട്ടുള്ള വഴിയാണ്. അതിന് അത്യാവശ്യം സ്റ്റെപ്പൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഇറങ്ങിപ്പോവാം. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോകണം. ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി ചെന്നാൽ അവിടെ ചെല്ലും. വഴി അങ്ങനെ കിടക്കുകയാണ്. ചെറിയ ചെറിയ കല്ലുള്ള വഴികളാണ്. നേരെ അങ്ങ് പോകണം. കാലൊക്കെ തെന്നാതെ പോയാൽ മതി. റൈസ് ടെറസിൻ്റെ വ്യൂ ആണ്. കുറേ വീടുകളും ഉണ്ട്. റൈസ് ടെറസ് അങ്ങ് മോള് വരെ ഉണ്ട്. ഇങ്ങനെയാണ് നില ഒരുക്കിയിട്ടേക്കുന്നത്. ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞതാണോ ഇനി വിതയ്ക്കാനുള്ളതാണോ എന്നറിയത്തില്ല. ഇങ്ങനെ കിടക്കുവാണ്. ഈ ബത്താഡിലെ റൈസ് ടെറസ് എന്ന് പറയുന്നത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. 2000 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നെൽകൃഷി നടക്കുന്ന സ്ഥലമാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ അവിടുന്ന് ട്രീ ലൈൻ്റെ ഒക്കെ അപ്പുറമായിരുന്നു റോഡ്. ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു. ആൾക്കാരൊക്കെ കാണാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വില്ലേജിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് റൈസ് ടെറസിൻ്റെ താഴെ എന്നുള്ളൊരു വ്യൂ. ഇനി ഇതിക്കുള്ളതായിട്ട് പോയിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മുകളിൽ നിന്ന് കാണുന്ന ഭംഗി താഴെ നോക്കുമ്പോൾ കാണില്ല. നെല്ലൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണണമെങ്കിൽ കുറച്ചൊരു ഈ ലെവലിൽ നിന്നെല്ലാം കാണണം. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇനി താഴോട്ട് പോകണില്ല. ജസ്റ്റ് നടക്കണമെങ്കിൽ ഈ വഴി ഇങ്ങനെ നടന്ന് പോയാൽ വില്ലേജിൻ്റെ ആ സൈഡിൽ നമുക്ക് വരാൻ പറ്റും. ഓവറോളൊരു ഭംഗിയുണ്ട്. അല്ലാതെ ഇപ്പോൾ നമുക്ക് താഴെ പോയി നെല്ലിനെ തൊട്ടറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ താഴെ വരെ ഇറങ്ങി. മണി 8 അപ്പോൾ അതൊക്കെ തിരിച്ച് കയറിയേക്കാം. 10 മണിക്ക് ചെക്കൗട്ടുള്ള. നമ്മളൊരു ഓൾമോസ്റ്റ് 20 മിനിറ്റ് കൊണ്ട് താഴോട്ട് ഇറങ്ങി. കയറാനും മിക്കവാറും 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് മതിയായിരിക്കും. മുകളിലേക്ക് കയറാൻ തുടങ്ങി പണയ്ക്കാൻ തുടങ്ങി. നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സാണ്. 5 മിനിറ്റ് ആയുള്ളൂ ഇതുവരെ ക്ലൈംബ് ചെയ്ത് നയിക്കാൻ തുടങ്ങി. രാവിലെ ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് ഫുൾ സ്ലീവ് ജേഴ്സി കൂടാതെ സ്ലീവ്ലെസ് ജേഴ്സിയും കൂടെ നമ്മുടെ ജാക്കറ്റിന്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്. മുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല വേർത്ത് കുളിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഒരു ടീഷർട്ട് ഊരി മടക്കി പോക്കറ്റ് വെക്കണം സ്ഥലം. അപ്പം അങ്ങനെ വീണ്ടും മുകളിലേക്ക് കയറാം. ഇറങ്ങിയപ്പോൾ എളുപ്പമായിരുന്നു. മുട്ട് സൂക്ഷിച്ചിറങ്ങിയ നല്ല സ്റ്റീപ്പ് ക്ലൈമ്പാണ്. അങ്ങനെ നമ്മൾ താഴോട്ടിറങ്ങിയപ്പോൾ ആദ്യം കണ്ട സ്കൂളിൻ്റെ അവിടെ വന്നു. സ്കൂളിലാണ്ട് ബ്രേക്ക് ടൈമാണ്. പിള്ളേരൊക്കെ താഴോട്ട് വരുന്നുണ്ട്. ഹായ്. What's your name? Simon. Simon Han. Sige, what mo to do, Simon? You are going to clean? Yeah. Good. Oh, nice. അങ്ങനെ ആ മെയിൻ കയറ്റം അവസാനിച്ച് നമ്മൾ തിരിച്ച് സ്കൂളിൻ്റെ അവിടെ വന്നു. ഒരു ചെറിയ ഇൻഫർമേഷൻ നേരത്തെ പറയാൻ മറന്നുപോയത്. നമ്മൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് പെട്ടെന്ന് സ്റ്റെപ്പ് ചാടി കയറിയപ്പോഴത്തേക്കും ഇടത്തേക്കാലൊന്ന് മടങ്ങിയായിരുന്നു. അപ്പം ബിഗ് ടോ ഇടത്തേക്കാലിൻ്റെ തള്ളവരിൽ നന്നായിട്ടൊന്ന് മടങ്ങി വേദനയുണ്ട്. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അറ്റത്തായിട്ട് ചെറിയൊരു എയർലൈൻ ക്രാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ച മരുന്നൊക്കെ കഴിച്ചു. കുറച്ച് ക്രെബ് ബാൻഡേജൊക്കെ ചുറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോന്നാ. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതുകൊണ്ട് അധികം നടക്കാഞ്ഞ്. നമ്മൾ സാധാരണ ട്രിപ്പ് പോകുമ്പോൾ രാവിലെയും ഈവനിങ്ങൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നടന്ന് കാണാറുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് നടക്കാൻ മടിയായിരുന്നു. വലിയ പ്രശ്നമില്ല കാല്. എന്നാലിപ്പം മുകളിലോട്ട് കയറിയപ്പോഴത്തേക്കും നമ്മുടെ ടോ ചിലപ്പോൾ അമങ്ങുമ്പോഴത്തേക്ക് ചെറുതായിട്ട് തള്ളവരുന്നൊരു വേദനയുണ്ട്. അതില്ല നോക്കാവുണ്ട്. ഏതായാലും ബാക്കിലേക്ക് മുകളിലേക്ക് എടുക്കാറായി. ഞാണ്ട് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഗ്രാമവാസികൾ വണ്ടി ഇവിടം വരെ കൊണ്ടുവരുന്നുണ്ട്. കാരണം നടപ്പാത കോൺക്രീറ്റ് ആണല്ലോ. വേണമെങ്കിൽ വരാമായിരുന്നു. പക്ഷേ അവർ എനിക്ക് തോന്നുന്നു പാർക്കിംഗ് ഫീ കിട്ടാൻ വേണ്ടിയാന്ന് തോന്നുന്നു അവിടെ വെക്കാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് എത്രയോ ഒരു
400 മീറ്റർ വല്ലതും കാണത്തില്ല. സ്കൂൾ പിള്ളേരിങ്ങനെ വില്ലേജിലെ വഴിയും സൈഡിലെ ചപ്പൊക്കെ ക്ലീൻ ചെയ്യുക. അല്ല, ക്യാൻ ഐ പുട്ട് ദിസ് ഓൾസോ ദേ? യാ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. സോ അങ്ങനെ നമ്മൾ ബത്താട് ടെറസ് ഫാമിംഗ് ഒക്കെ കണ്ടിട്ട് തിരിച്ച് സ്കൂട്ടർ വിട്ട സ്ഥലത്തെത്തി. ഇവിടെ ഹെൽമെറ്റ് ഈ കടയിൽ വെച്ചാൽ പോയേക്കുന്നത്. അപ്പോൾ ഒന്ന് ഹെൽമെറ്റ് എടുക്കാം, ഒരു കാപ്പിയും കൂടെ വേണേൽ കുടിക്കാം, എന്നിട്ട് അങ്ങ് വിടാം. അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കാരണം 10 മണിക്ക് ചെക്കൗട്ടാണ്. അപ്പം നേരത്തെ അങ്ങ് ചെന്നേക്കാം. മണി ഇപ്പോൾ 8:25. അപ്പോൾ നമ്മൾ ഇറങ്ങാനെടുത്ത സമയം തന്നെ കയറാനെടുത്തുള്ളൂ. കാരണം ഇറങ്ങിയപ്പോൾ കൂടുതൽ ഫോട്ടോ എടുത്താനൊക്കെ നിർത്തിയായിരുന്നു. കയറിയപ്പോൾ പിന്നെ അധികം ബ്രേക്കൊന്നും എടുത്തില്ല, നേരെ അങ്ങ് കയറിപ്പോരുമായിരുന്നു. ഹലോ, ഹെൽമെറ്റ് സേഫായിട്ടുണ്ട്. അങ്ങനെ ബത്താട് റൈസ് ഫാമിനോട് ഇവിടെ പറയാം. ഓക്കെ, ഇതിവിടെ കിടക്കട്ടെ. USB ഫോണൊന്ന് ചാർജ് ചെയ്തേക്കാം. ഗ്ലൗ മാത്രം എടുക്കാം. ഓക്കെ, ഇവിടെയാണ് ഇതിൻ്റെ USB ചാർജിങ്. കാരണം തിരിച്ചൊരു 3/4 മണിക്കൂർ എടുക്കുമല്ലോ. ഫോണൊന്ന് ചാർജ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നിർത്തി കാപ്പ് കുടിച്ച ജംഗ്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ താഴോട്ട് നല്ല ഇറക്കമാണ്. ഇസൂസുവിൻ്റെ ട്രക്കൊക്കെയാണല്ലോ. ഇവിടെ ഇസൂസിൻ്റെ ധാരാളം വണ്ടികളുണ്ട്. ഇസൂസിൻ്റെ SUVയും പിക്കപ്പും കൂടാതെ ഇങ്ങനെ ട്രക്കുകളും ബസ്സുകളും ഒക്കെ ധാരാളം ഉണ്ട്. സാധാരണ തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ ഇസൂസ് ധാരാളം ഉണ്ടല്ലോ. ഇന്ത്യയിൽ ഇസൂസു അത്ര അങ്ങോട്ട് ഫേമസ് ആയില്ല. MUXും വിക്രോസും ഒക്കെ ഉണ്ടെങ്കിലും റോഡിൽ ഇസൂസിൻ്റെ വണ്ടികൾ കുറച്ച് കുറവാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നല്ലതായിട്ടുണ്ട്. നല്ല സ്റ്റീപ്പൊരു ഇറക്കവും വളവും കൂടെയാണ്. അങ്ങനെ നമ്മൾ ആ Y4 ജംഗ്ഷനിലെത്തി. ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടല്ലോ, ഇവിടുന്ന് മുകളിലോട്ട് പോയാലാണ് ഈ ബത്താട് വില്ലേജ്. ഇപ്പം നമുക്ക് എത്ര 10 കിലോമീറ്റർ കഷ്ടിയെ കാണാം. 10 കിലോമീറ്റർ കഷ്ടിയെ കാണാം. നമ്മൾ തിരിച്ച് വന്നു പീപ്പിൾസ് ലോഡ്ജിൽ വന്ന് എനിക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. നമ്മൾ തിരിച്ച് വന്നു. താമസിച്ച ഹോട്ടലിൽ തന്നെ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞ് ഇവിടെ കഴിച്ചു പോയേക്കാം. ഇച്ചിരി ലേറ്റായി സാധാരണ സമയം. ഫിലിപ്പീൻസ് ബ്രേക്ക്ഫാസ്റ്റാണ്. അതായത് ഓംലെറ്റ് ഉണ്ട്, ഒരു ചെറിയ ബേക്കിൻ്റെ പീസ്, റൈസ്, കുറച്ച് ഫ്രൂട്ട്സ്, പഴം. ഇപ്പോൾ ഫിലിപ്പീനോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കുക്കുംബറുണ്ട്, പിന്നെ ഏത്തക്ക പൊരിച്ചതൊക്കെയാണ്. ബേക്കണുണ്ട്, ചെറിയൊരു പീസ്. ഇവരുടെ ഇവിടുത്തെ വില 230. ടൂറിസ്റ്റ് സെൻറ്റർ ആയതുകൊണ്ടായിരിക്കും ചില കാശ്. അതല്പം കുറച്ച് കുറവുള്ളൂ, വലിയ വ്യത്യാസമില്ല. ആവറേജ് ഒരു മീലിന് നമ്മുടെ ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ 370-400 രൂപ. ഒരു നോർമൽ സാധാ ടൈപ്പ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ബത്താട് റൈസ് ടെറസ് കാഴ്ചകൾ. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് സഗതയിലേക്ക് പോവുകയാണ്. 80 കിലോമീറ്ററിന്റെ ഒരു റൈഡാണ്. 3 മണിക്കൂർ കൊണ്ട് മാക്സിമം പോകാമെന്ന് വിചാരിക്കുന്നു. സഗതയിലേക്കുള്ള റൈഡും അവിടുത്തെ കാഴ്ചകളും ഒക്കെ ആയിട്ട് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.